നെവിൻ കിച്ചണിൽ വന്നിട്ട് ഓരോ സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ കൈയിട്ട് ഇങ്ങനെ എടുക്കുന്നതും ഒക്കെ കിച്ചൺ ടീം തുടക്കത്തിൽ തന്നെ ടീമിലെ മറ്റ് മെമ്പേഴ്സ് എതിർക്കുന്നുണ്ടായിരുന്നു. അതിന് കാരണം നെവിൻ തന്നെയാണ്. മോഷണം നടത്തി ഓരോന്നൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവച്ച് കഴിക്കുകയും ഉണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നെവിൻ അങ്ങനെയാണെന്നുള്ള ഒരു ധാരണ, പൊതുധാരണ അവിടെയുണ്ട്. അപ്പോൾ കിച്ചൺ ടീമിനകത്ത് നെവിന് വലിയ വിലയൊന്നും അതുകൊണ്ട് തന്നെ ഇല്ല. അതൊരു സത്യമാണ്. ആ വില ഇല്ലാതാവാൻ കാരണം നെവിൻ ആണെങ്കിൽ കൂടി ഇപ്പോൾ അത് നെവിൻ ഒരു പരാതിയായിട്ട് ഉയർത്തുകയാണ്. ഇന്ന് തന്നെ ചപ്പാത്തി പൂരിയൊക്കെ പോയി എടുത്ത് നോക്കാൻ പോയപ്പോൾ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം നെവിൻ ചോദിക്കുന്നത്, ഞാനും കിച്ചൺ ടീമിലുള്ളതല്ലേ, ഞാനിത് ഇന്നലെ കുഴച്ച് വെച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ തൊട്ടാ പ്രശ്നമെന്ന് ചോദിക്കുന്നു. അപ്പം നെവിൻ ഇന്നലെ കുഴച്ച് വെച്ചത് ശരിയാണ്. ഇന്നിപ്പോൾ ചെന്ന് കൈയിട്ട് എടുക്കുമ്പോൾ അത് പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണ്. അപ്പോൾ കൈ വാഷ് ചെയ്തിട്ടാണോ എടുക്കുന്നത്, ഇതൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ നോറ അത് പെട്ടെന്ന് തടയുന്നു. അത് നെവിന് ഹേർട്ടാവുന്നു. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവിൻ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കാണാത്തതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. നെവിനെക്കുറിച്ച് അവിടെയുള്ളവർക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് നെവിൻ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരാളാണെന്നുള്ളത് മാറിയിട്ടില്ല. അത് മാറാൻ കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ശ്രദ്ധിച്ചേ പറ്റൂ. അത് നെവിൻ തന്നെ കൊടുത്ത നെവിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ വന്നിരുന്ന് സെൻറ്റി അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നെവിൻ അങ്ങനെ എടുത്ത് കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും തമാശയായിട്ട് കാണുന്ന ഒരാളാണ് എന്നാണ് അവിടെയുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഞാൻ നാളെ തൊട്ട് നന്നായി എന്ന് പറയുമ്പോൾ അവർ നെവിനെ അങ്ങനെ കാണണമെന്നും വിശ്വസിക്കണമെന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അപ്പം നെവിൻ തന്നെയാണ് സ്വന്തം വ്യക്തിത്വം അവിടെ കളഞ്ഞു പിടിച്ചത്. ഇപ്പം എന്തായാലും നമ്മുടെ അപ്പാനി പോയിട്ട് ആദിലയുടെ അടുത്ത് നൂറയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, അവൻ അങ്ങനെ ഒരു പരാതിയുണ്ട്, പലരും അത് എൻ്റെ അടുത്ത് ഇവിടെ പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ പറയണം, അവനും നമ്മുടെ കിച്ചൺ ടീമിലുള്ള ആളാണ്, അവനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നൊക്കെ അപ്പാനി പോയിട്ട് ആദിലയുടെയും നൂറയുടെ അടുത്ത് ഇപ്പോൾ ലൈവിൽ പറയുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.